ഉപവാസ പ്രാർത്ഥനകളുടെ പ്രഥമ ദിവസത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നു. തുടർമാനമായി 7 ദിവസം നമുക്ക് ഒരു ആത്മീയ ഉത്സവം, ശക്തമായ ആരാധന. ഇവിടെ ഈ പാട്ടും ആരാധനയൊക്കെ നടത്തുമ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുഴുവൻ ഇത് തന്നെ ആയാലും അത്ര സന്തോഷം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല കയറ്റമിനെ ആരാധനയൊക്കെ കർത്താവ് നൽകിയതോർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കും നിങ്ങളോട് ഒരുമിച്ച് പ്രാവശ്യം ഇങ്ങനെ കടന്നു വന്ന് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ ദൈവം നൽകുന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ കടന്നു വന്നത് കുടുംബമായിട്ടാണ്. എന്നാലും കുറച്ച് ദിവസം വൈഫും മോനും കൂടെ ഉണ്ടായിരുന്നു. അവർ 20-ാം തീയതി തിരിച്ചു പോയി. മോന് 2-ാം തീയതി കോളേജ് വർക്ക് ചെയ്യാണ്. കുറച്ചൊക്കെ ക്രമീകരണങ്ങൾ ചെയ്യുന്നതോട് നേരത്തെ പോയതാണ്. സ്തോത്രം. അവര് ഇപ്പോഴില്ല എങ്കിലും അവരുടെയും കൂടെ സ്നേഹാന്വേഷണം അറിയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടും ആരാധനയോടുമായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഇവിടെ വന്ന സമയം പോലെ ബഹുമാനപ്പെട്ട കർത്തൃത്വത്തിന് സൗ പാസ്റ്റർ തന്റെ വാക്കുകളിലുടനീളം ഒരുപാട് പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞൊരു പദമുണ്ട്. എത്ര പേർ ശ്രദ്ധിച്ചെന്നിരിക്കുന്നില്ല. ഇന്നത്തെ പാട്ടിനകത്തെല്ലാം പദം വളരെ ശക്തമായി അധികമായി പദമുണ്ടായിരുന്നു. പരാമാർക്കില്ല. ഇന്നത്തെ പാട്ട് ആരാധനയുടെ പാട്ടിനകത്തെല്ലാം ആ പദം സാന്നിധ്യം. എത്ര പേര് ശ്രദ്ധിച്ചത്? ഞാനിവിടെ വന്ന ശേഷം ആ പാട്ടും ആരാധനയൊക്കെ നടന്നുകൊണ്ട് എൻ്റെ അകത്ത് ഒത്തിരി സന്തോഷമുണ്ടായി. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ നമ്മുടെ കീ വേർഡായിട്ട് നമുക്ക് ഏതെടുക്കാം? ദൈവ സാന്നിധ്യം എന്നുള്ള വാക്ക് എടുക്കാം. പിന്നെ ഞാനായിട്ട് എന്തിനാ മാറ്റുന്നത്? ദൈവ സാന്നിധ്യം എന്നുള്ള വിഷയം പ്രസംഗിച്ചു. ഹല്ലേലൂയ. അങ്ങനൊന്നും പ്രത്യേകിച്ച് അതിനൊന്നും തയ്യാറെടുത്തൊന്നും അങ്ങനല്ല വന്നത്. സ്തോത്രം. പക്ഷെ ഇന്നിവിടെ തുടക്കം മുതൽ ദേവദാസൻ മൈക്കെടുത്ത് തുടങ്ങിയപ്പോൾ മുതൽ സാന്നിധ്യം എന്നുള്ള വിഷയം അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം ശക്തമായി വ്യാപിക്കുകയാണ്. ദൈവ സാന്നിധ്യം എന്നുള്ളത് ഈ ഉപവാസ പ്രാർത്ഥനയുടെ നമ്മുടെ കീ വേണം. അതുകൊണ്ട് നമ്മളിലേക്ക് പോവുകയാണ്. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അതിന്റെ 14-15 വാക്യങ്ങൾ നമ്മുടെ 7 ദിവസം നിൽക്കുന്ന ആമേൻ ഹല്ലേലൂയ സപ്തവർണ്ണ കവചിതമായ ഉപവാസ പ്രാർത്ഥനയുടെ ആത്മീയ അനുഗ്രഹങ്ങളുടെ സപ്തവർണ്ണ കവചിതമായ ദൈവകൃപയുടെ ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞാൽ 7 ദിവസവും ആമേൻ കർത്താവിന്റെ കൃപയുടെ നിറങ്ങളുടെ സന്തോഷം അനുഭവിക്കാൻ പോകുക. സ്തോത്രം. അതിന്റെ തുടക്കത്തിൽ നമ്മൾ പുറപ്പാട് 33-14-15 വാക്യങ്ങൾ ആമേൻ. അതിനവൻ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ആമേൻ. അവനവനോട് നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ എവിടെ നിന്ന് വായിച്ചാളു അവിടെ ഒന്നും എഴുതിയിട്ടില്ല. അതിനകത്തൊന്നും നോക്കാം. മൂസവായിലെ ഈ മുറിക്കകത്തു അല്ലാതെ പുസ്തകത്തിനകത്തപ്പോ അത് ഈ ആരാധന കഴിഞ്ഞ 5 മണിക്ക് നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങള് പറയുന്നതിന് അർത്ഥം അടുത്ത 1 മണിക്കൂർ നഷ്ടപ്പെട്ടു പോയ സാന്നിധ്യത്തിലേക്ക് ചിലർ മടങ്ങി വരും. സാന്നിധ്യമുള്ളവർ ആ സാന്നിധ്യത്തിന്റെ മുഴുവനത്തിലേക്ക് മടങ്ങി വരും. സാന്നിധ്യത്തിൽ ഇരിക്കുന്നവർ ആ സാന്നിധ്യത്തിന്റെ ആത്മീയ സന്തോഷത്തിലേക്ക് കയറാൻ പോവുക. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പോവുക. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാണ്. ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ ബൈബിളൊക്കെ കയ്യിൽ മടിയിലൊക്കെ കൊണ്ടേ ഫ്രണ്ടിലെ കസാരയിലെ സൈഡിലോട്ടൊക്കെ മാറ്റും. ബൈബിളോ കൊടയോ എന്തെങ്കിലും കൊണ്ട് മാറ്റി വെക്കും. കാരണം സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന എങ്ങനെ ആരാധിക്കാനാണ്? ചിലർ വന്ന ഉടനെ കൈയെടുത്ത് സ്റ്റേറ്റ് ബാങ്കിലേക്ക് വെക്കും. സ്റ്റേറ്റ് ബാങ്കിൽ വന്ന് കക്ഷത്തിൽ വെക്കുന്നതായിരിക്കും. ചിലർ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആശീർവാദത്തിന് എടുക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അതായത് എപ്പോഴും എടുക്കുന്ന ഒരു അക്കൗണ്ട് അല്ല, ഫിക്സാണ്. വരുമ്പോ കയറ്റി വെക്കുക, പോകുമ്പോൾ എടുത്തോണ്ട് പോവുക. ആ പരിപാടി അവസാനപ്പെട്ട് ഉപവാസ പ്രാർത്ഥന സ്തോത്രം. സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ആദ്യം കൈയെടുക്കും. കൈക്ക് നല്ല പ്രിയായിട്ട് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി, കൃപയിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ വേണ്ടി. തുടക്കത്തിലെ പറയാം, നിന്റെ കൈയുടെ കെട്ടഴിയുമ്പോൾ നാവിന്റെ കെട്ടഴിയും. നാവിന്റെ കെട്ടഴിയുമ്പോൾ ജീവിതത്തിന് നിനക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ ശത്രു കെട്ടിയ ചില കെട്ടുകളിൽ വിവാസത്തിന്റെ തുടക്ക ദിവസം തന്നെ പരിശുദ്ധാത്മാവ് തുടക്കത്തിൽ തന്നെ അഴികണമെന്ന്
ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ നാളുകളായി ബന്ധിക്കപ്പെട്ടവർ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ ഒരു പുതിയ അനുഗ്രഹത്തിനായി കഴിഞ്ഞ നാളുകളിൽ ഉപവാസം നടത്തിയതുകൊണ്ട് അതിന്റെ പാരമ്പര്യത്തിന് അതിന്റെ പതിവനുസരിച്ച് വെറുതെ നടത്തുന്നതല്ല. ഈ പ്രാവശ്യത്തെ ഈ ഉപവാസ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറുന്നു. കർത്താവിന്റെ നാമം മഹത്വമെടുക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വമെടുക്കട്ടെ. തുടക്കത്തിൽ ചില ദൂതുകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ ചവിട്ടുന്ന വീട് അനുഗ്രഹിക്കപ്പെടും. ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഭർത്തൃ ഗ്രഹം അനുഗ്രഹിക്കപ്പെടും. ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ കൈ കൊടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ നോക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ കയറുന്ന ഓഫീസ് അനുഗ്രഹിക്കപ്പെടും. ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ചെയ്യുന്ന ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ പോകുന്ന വാഹനത്തിന് അപകടം സംഭവിക്കില്ല. ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ മക്കൾ പഠിക്കുന്നിടത്ത് ദൈവം വ്യാപരിക്കും. ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ എവിടെ എന്ത് ശുശ്രൂഷിച്ചാൽ, നീ പാടിയാൽ, നീ പ്രസംഗിച്ചാൽ, നീ ഇൻസ്ട്രുമെന്റ്സ് വായിച്ചാൽ, നീ ആരാധിച്ചാൽ ദൈവ സാന്നിധ്യം ഉണ്ടാകും. ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ശമ്പളത്തിന്റെ വലിപ്പം വലുതല്ലെങ്കിലും നിന്റെ ജീവിതത്തിന്റെ സുഖം വലുതായിരിക്കും. ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഇല്ലെങ്കിൽ ആരൊക്കെ ശമ്പളം നമുക്ക് ഉണ്ടായാലും എന്ന് പറഞ്ഞാൽ ലക്ഷം നമുക്ക് വരുമാനം ഉണ്ടെങ്കിലും നിന്റെ സന്തോഷം പാട്ട പൂജ്യമായിരിക്കും. എന്നാൽ ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യമില്ലെങ്കിലും അവൾ സുന്ദരിയായിരിക്കും. ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഭർത്താവിന്റെ ആരോഗ്യം കുറഞ്ഞുണ്ടെങ്കിലും നിനക്ക് അവൻ ആരോഗ്യമുള്ളവനായിരിക്കും. ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ പഠിക്കാൻ ഒരു പക്ഷേ നിനക്ക് അല്പം ബുദ്ധി കുറവാണെങ്കിലും മാർക്ക് വരുമ്പോൾ നിനക്ക് 90 ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിലിടത്ത് നീ ചെറിയ പ്ലേറ്റിനകത്ത് ആഹാരം മുടങ്ങിയാലും വൈദ്യുതി ചെല്ലുമ്പോൾ നടങ്ങിരിക്കുവാണ്. ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം ഇല്ലാത്തതൊന്നും രക്ഷപ്പെടുകയില്ല. നമുക്ക് എന്താ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്? നമുക്ക് അവൻ മോശയെ കുറിച്ച് പാടിയതെല്ലാം സ്തോത്രം. നിങ്ങൾ അറിയണം, ഫറവോന്റെ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് 2 വയസ്സിൽ താഴെയുള്ള ആൺകുഞ്ഞുങ്ങൾ എബ്രായ കുടുംബങ്ങൾ ജനിച്ചാൽ, ഇസ്രായേൽ കുടുംബങ്ങൾ ജനിച്ചാൽ നൈൽ നദിയിൽ എറിഞ്ഞുകൊണ്ടാണ്. എറിഞ്ഞതിന് പോലും എവിടെ ജനിച്ചത് എങ്ങനെ അറിയും? കമോൺ, ഒന്ന് സഹകരിക്കുന്നേ, ഒന്ന് വായക്കത്തൊന്ന് സഹോദരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ശ്വാസമൊക്കെ വിട്ടുകൊണ്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും. എല്ലാവരും ഈ മരോട്ടി കേൾക്കുന്ന പോലെയും നഞ്ചങ്ങ പിടിക്കുക പോലെയൊക്കെ മുഖം വെച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തിരിക്കുന്നവർ കണ്ടാ പേടിക്കുമല്ലോ. തന്നെ അവർ വീട്ടിൽ ചെന്ന് പറയും, എന്റെ അടുത്തൊരു മുതുവിശാസം വന്നിരുന്നു, എവിടെ വന്നാണ് ആഗ്രഹം, എന്റെ തമ്മിലാണ് ഇരിപ്പ് കണ്ടാൽ തന്നെ ബോധം കിട്ടുപോകില്ല എന്നൊക്കെ അവർ വീട്ടിൽ ചെന്ന് പറയും. മലയാളികളല്ലേ, സ്വന്തം കാര്യമല്ല, അയൽവക്കക്കാരുടെ കാര്യം നോക്കുന്നവരാ. അത് തന്നെ ഓർത്തോണ്ട് എപ്പോഴും സ്തോത്രം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷപ്പെട്ട ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കോ. ഒറ്റ ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ രാവും പകലും പ്രസംഗിക്കുന്നവനാ ഞാൻ. എന്റെ ആമ്പിളി വന്ന് വല്ല വീടുകൊണ്ടു നിൽക്കുന്ന നിപ്പ് നോക്കിയ പയറ് പോലെ. 22 വയസ്സുള്ള മോളുള്ള അപ്പനാണ് കണ്ടാ പറഞ്ഞു. അതല്ലേ ദൈവ സാന്നിധ്യം. 3 കുഞ്ഞുങ്ങളും അപ്പൻ എപ്പോഴും പറയുന്നത് എനിക്കറിയില്ല, ചുമ്മാ പറയുന്നതായിരിക്കും. സ്തോത്രം. അവൻ ധൈര്യം കൊണ്ട് അവിടുത്തെ ചെറുപ്പക്കാരൻ എന്റെ കൂടെ ചാടാൻ. ആമേൻ. കഴിഞ്ഞ ഇന്ത്യൻ സോഷ്യൽ ഒരു ഈ കർത്താവിൽ സന്തോഷമാണല്ലോ. സ്തോത്രം. ഞാൻ ചൈന ഒരു ഇന്റർനാഷണൽ ചർച്ച പോയി. ഇന്ത്യക്കാരെ കൃപയാണ്, ഇന്ത്യക്കാരായിരിക്കും. അതൊരു സന്തോഷം. ഇന്ത്യക്കാരല്ല, എസ്പെഷ്യലി മലയാളികളെ ഞങ്ങൾ പോയ 2-3 പേരെ ആരാലും നമ്മൾ പറയും ഒരെണ്ണത്തെ കസാര കാണില്ല, ഒരെണ്ണത്തെ കസാര കാണില്ല. അപ്പൊ നിങ്ങൾ എന്ത് ഒക്കെ ഡാൻസ്. അമ്മേ, ദൈവത്തിന് മക്കളെ, ഞാനൊരു കാര്യം നമ്മൾ പറയാം. കർത്താവ് വരാനായി. ഈ ഉണങ്ങി മോരടിച്ച് ആഴക്ക് ഈ ചുക്കിന് ചുണ്ണാമ്പിന് കൊള്ളാത്ത പെന്തക്കോസുകാരനൊന്നും അങ്ങോട്ടൊന്നും എടുക്കുകയല്ല. അവിടെ ഒരു അടിപൊളി ആൾക്കാരുണ്ട്. കർത്താവിന്റെ വരവിൽ പോകാൻ ഒരുങ്ങിക്കോണം. ആമേൻ. മിസ്രൈമിലെ ഫറവോന്റെ നിയമം പോലീസ്
പോലീസിനെ അറിയിക്കണം. കുഞ്ഞുങ്ങൾ ജനിച്ച അവൻ കുടിലിനകത്ത് ജനിക്കുന്ന എബ്രായ കുഞ്ഞുങ്ങളുടെ കരച്ചില് കേൾക്കാതിരിക്കാൻ വാമത്തും അമ്മമാർ മോശയുടെ നാവിന് എന്താണ് പ്രശ്നം? ഒന്നും സഹകരിക്കുന്നു. മോശയുടെ നാവിന് എന്താണ് പ്രശ്നം? ശബ്ദം ഉണ്ടാക്കാവുന്ന സമയത്ത് വാടത്ത് പിടിച്ച പിന്നെ നാവിനെ ഉക്കുവരാതിരിക്കും. പറയാം, സൂതികർമ്മിണികൾ വേണം പോലീസിനോട് പറയാൻ. ഇന്നിടത്തൊരു കൊച്ചു ജനിച്ചിട്ടുണ്ടെന്ന് പോലീസിനെ ആരോപിക്കണം. സൂതികർമ്മിണികൾ മീൻസ് നഴ്സസ്. അന്നത്തെ കാലത്ത് അവര് വേണം പറയാൻ എബ്രായ കുടുംബത്തിൽ ആര് ജനിച്ചിട്ടുണ്ട്, ഒരാൺകൊച്ചു ജനിച്ചിട്ടുണ്ടെന്ന്. പറവോനെ ഭയപ്പെടുന്ന സൂതികർമ്മിണികളാണ് ആ നാട്ടിലുള്ളവർ. പക്ഷെ മോശയുടെ അമ്മ പ്രസവിച്ച വിവരം സൂതികർമ്മിണികളെ പോലീസിനെ അറിയിച്ച മോശെ പോലീസ് കൊണ്ടുപോകും, നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലും. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം കേൾക്കണം, സൂതികർമ്മിണികൾക്ക് ദൈവത്തെ ഭയപ്പെട്ടു. പറവോന്യ ഭയം എന്ന സൂത്രം ദൈവം എടുത്തു കളഞ്ഞു. എന്നിട്ട് ദൈവഭയം കയറ്റി നേഴ്സുമാർ അകത്തോട്ട് വെച്ചു. അവൻ എന്താ ഞാൻ പറഞ്ഞത് തോന്നറിയാമോ? ഏത് നിയമം കൈകാര്യം ചെയ്തവരെ അകത്തു അത് എടുത്തു കളഞ്ഞിട്ട് നിന്നോട് സ്നേഹമുണ്ടാക്കാൻ ദൈവ സാന്നിധ്യത്തിൽ വേണ്ടി നീ ഓഫീസിൽ കയറി കഴിയുമ്പോൾ ഓഫീസർ നിന്റെ മുഖത്ത് നോക്കിട്ട് പറയും I like you എന്ന് പറയും. അതിന്റെ കാര്യം എന്താ പറയുമോ? നിന്റെ മുഖത്തൊരു ദൈവ തേജസ് കാണിക്കും, നിന്റെ മുഖത്തൊരു ദൈവ സാന്നിധ്യം ഉണ്ടാകും. നിന്നെ കണ്ടാൽ ഒരു ദൈവം നമ്മുടെ കേരളത്തിലെ ബസ് സ്റ്റാൻഡിലൊക്കെ നമ്മൾ വണ്ടി കയറാൻ നിൽക്കുമ്പോൾ ചിലതിനൊക്കെ മോന്ത കണ്ടാൽ നമുക്ക് തോന്നില്ല പിശാൽ ഇളവൊന്നും വേണ്ട, കണ്ടാലൊക്കെ പിശാലാണ്. എന്നാൽ ഒരു സൗന്ദര്യമില്ലെങ്കിൽ ഒരു രാജ്യക്കാരൻ ഒരു വേറെ ഒരു പ്രിയങ്ക കാവേരി പോലെ ഒന്നും കേൾക്കാതെ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യും. എന്തൊരു സന്തോഷം. നിങ്ങൾക്കുള്ള ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അമ്മൻ 90 വയസ്സുള്ള അമ്മച്ചിമാരെ ആത്മാവിലായി ആരാധിച്ചാൽ ആ മുഖത്ത് പ്രത്യേക നിങ്ങൾ പിടിക്കത്തില്ല, എഴുന്നേറ്റ് ഇന്ന് ഡാൻസ് മൊത്തമാണ്. ഞാൻ നിങ്ങളോട് ഒരു തുടക്കത്തിൽ പറയുന്നത് എനിക്കറിയാം ഇതിനകത്ത് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ. തമ്പുരാൻ പറഞ്ഞാൽ എഴുന്നേറ്റ് നടന്ന മൊത്തം ഇതിനകത്തൊന്നും എംബ്രസ് കുഴപ്പമൊന്നുമില്ല. കർത്താവിനെ ആരായിട്ടുണ്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ എഴുന്നേറ്റോ. പ്രസംഗമല്ല, സാന്നിധ്യം അനുഭവിക്കാൻ പോകുക. സൂര്യകർമ്മണികളിൽ വ്യാപരിച്ച ദൈവ സാന്നിധ്യം അമ്മയുടെ അകത്ത് വ്യാപരിച്ചു. നിങ്ങൾ പറ, മോശയുടെ അമ്മയ്ക്ക് എന്താ ജോലി? എളുപ്പം പറഞ്ഞ് സഹകരിക്കുന്ന മോശയുടെ അമ്മയ്ക്ക് എന്താ ജോലി? ഇഷ്ടത്തെ മണ്ണ് കുടയ്ക്കുന്ന ജോലിയാ. ആ മകൾ ശരിയാണോ? ഈജിപ്തിലാണ് ജോലി ചെയ്യുന്നത്. ചൂടല്ല വരും. മിഡിൽ ഈസ്റ്റിലെ ചൂട് പറഞ്ഞാൽ മതി. ഈജിപ്തിൽ ഇതെല്ലാം ഉണ്ട്, സിറിയ ലബനോൻ ഇതെല്ലാം ഉണ്ട് തന്നെയാണ്. എത്ര പേര് ചൂട്? 50, 40, 46 ചൂട് നിന്നോട് വെളിയിൽ നിന്നോട് മണ്ണ് കുടയ്ക്കുന്ന നമ്മുടെ തൊലി എങ്ങനെ ഇരിക്കും? കറുത്തൂലി കവളെങ്ങനെ ഇരിക്കും? സോഡാക്കപ്പടെ വാക്ക് പോലെ. മനസ്സിലാവുന്നുണ്ടോ? ഓവൽറ്റൈൻ കഴിച്ചിട്ടുണ്ടോ? ബൂസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? മോശമ്മ ഉണ്ടോ? ഓഫീസ് കഴിച്ചിട്ടുണ്ടോ? കോമ്പളം കഴിച്ചോ? 3 കുങ്കുമപ്പൂ തിന്നോ? ഇല്ലല്ലോ. പിന്നെ മോശം കുഞ്ഞുങ്ങളുടെ സൗന്ദര്യമുള്ളവരായിരുന്നു. ആ ദൈവ സാന്നിധ്യം ഒരു പോഷകാംശം കഴിക്കാതെ ഒരു കുങ്കുമപ്പൂ തിന്നാതെ ഈ അമ്മയുടെ മകൻ മോശം കുഞ്ഞ് അവൻ സൗന്ദര്യമുള്ളവനാണ്. നിന്റെ തലമുറയ്ക്ക് സൗന്ദര്യം കൊടുക്കുന്നത് കുങ്കുമപ്പൂ അല്ല, കുങ്കുമപ്പൂ അല്ല, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. മക്കളൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ചോ. കായ്വാമാതൊന്നും നിന്റെ അടുത്ത് വരികയില്ല. ദൈവ സാന്നിധ്യത്തിന് അടുത്ത് വരാനാണ്. സിനിമാ നടീതരന്മാരുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് ആരും ഒന്ന് വിചാരിക്കണം മഴയെ തുറക്കുന്ന എന്താ അറിയില്ല. ആമേൻ. നമ്മൾ വയനാട്ടിൽ വെയിലത്തിനാലും ഇങ്ങനെ തന്നെ ഇരിക്കും. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം സിനിമയുള്ള മഴയത്ത് നിന്നാലും വെയിലത്ത് നിന്നാലും എവിടെ നിന്നാലും രാത്രി കണ്ടാലും പകൽ കണ്ടാലും ഒരേ സൗന്ദര്യമുള്ളവരെ നല്ല വെയിലത്തോട്ട് ഇറങ്ങി നിർത്തി അങ്ങനെ ഇരിക്കും. വേറെ കണ്ണത്തോട്ട് മഴയത്ത് നിർത്താൻ പറ്റുമോ? മനസ്സിലാണോ? സിനിമ നടിമാരെ മഴയത്തോ വെയിലത്തോ നിർത്താൻ പറ്റുമോ? സത്യല്ല. നമ്മൾ എവിടെ നിന്നാലും ഈ കൺക്രീഷനെ നിൽക്കും. ദൈവ സാന്നിധ്യം ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു മുഖവരെ ഉള്ളൂ.
അവൻ സൂതികർമ്മയുടെ അകത്ത് കത്തിയ സാന്നിധ്യം, അമ്മയുടെ അകത്ത് കത്തിയ സാന്നിധ്യം, മകന്റെ അകത്തും മുഖത്തും കത്തിയ സാന്നിധ്യം. ഞാണപ്പെട്ടിയിൽ കത്തി, നദിയിൽ കത്തി. ആ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഞാങ്ങളുടെ ഇടയിൽ ദുഷ്ടജന്തുക്കളായ വിഷപ്പാമ്പുകൾ ഈ ഞാണപ്പെട്ടിക്കകത്ത് കയറിയില്ല. കാരണം ആ മോശകുതിനെ കിടത്തിയ കരിപ്പട്ടി പറ്റി ഞാണപ്പെട്ടിക്കകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല. ഈ പ്രധാന കോളിന്റെ ഈ കോളിനകത്ത് ദൈവ സാന്നിധ്യമുണ്ടെന്ന്. എന്തായാലും നീ ഇരിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യമാണ്, നീ പാർക്കുന്നിടത്ത് ദൈവ സാന്നിധ്യമാണ്, നിന്റെ വീടിൽ ദൈവ സാന്നിധ്യമാണ്, നീ കയറുന്ന വണ്ടികൾ ദൈവ സാന്നിധ്യമാണ്, നീ പോകുന്ന വഴികൾ ദൈവ സാന്നിധ്യമാണ്. ഒരു അഭിഷേകത്തിന് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചാൽ അതിന്റെ മേലെ ദൈവ സാന്നിധ്യമാണ്. ഫറവോൻ എന്ന് പറയുന്ന രാജാവ് ആ കാലഘട്ടത്തിലേക്ക് വമ്പന. ശരിയാണോ? ശരിയാണോ? നിങ്ങൾ കൊട്ടാരമുണ്ടോ? ഇല്ലോ? കൊട്ടാര പാലസ് എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഉള്ളവരോട് പറഞ്ഞു തന്നെ. പാലസ് എന്നൊക്കെ പറഞ്ഞു ഫറവോന് പാലസ് ഉണ്ടോ? ഇല്ലോ? ഉണ്ടോ? എന്നിട്ട് ബാത്റൂം ഇല്ലേ? എന്നിട്ട് വാഷ്റൂം ഇല്ലേ? ഉണ്ടോ? ഇല്ലയോ? പിന്നെ ഈ പെണ്ണുപിള്ള എന്താ ഫറവോന്റെ പുത്രൻ പുറത്ത് വിളിക്കാൻ വന്നേ? ഈ സൂപ്പർ ഡീലക്സിന്റെ ബാത്റൂം 5 എണ്ണം ഉണ്ടായിരുന്നു. ഈ ദൈവ സാന്നിധ്യമുള്ള കരിപ്പട്ടി പട്ടിക്കകത്ത് കിടക്കപ്പെട്ട് അത് പൈപ്പിൽ വെള്ളം വന്നില്ല. ദൈവ സാന്നിധ്യം നീ അനുഭവിച്ചോ? ദൈവ സാന്നിധ്യമുള്ള നദി കിടക്കുമ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിലെ പൈപ്പിലെ വെള്ളം നിന്നുപോയി. എവിടെ നൈൽ നദി കുളിക്കാൻ വരണ്ടേ? എവിടെ കൊണ്ടുവരണമെങ്കിൽ പൈപ്പ് കൂട്ടണം. മനസ്സിലാവുന്നുണ്ടോ? എന്നെ നിങ്ങളെ അനുഗ്രഹിക്കണം. എന്റെ തമ്പുരാന് പ്ലാൻ ഉണ്ടെങ്കിൽ പൂട്ടങ്ങളെ പൂട്ടും ദൈവം, ഫയലുകൾ പൂട്ടും ദൈവം, നിയമങ്ങൾ പൂട്ടും ദൈവം. നിനക്ക് അനുകൂലമാക്കി മാറ്റും. ഓഫീസിനെ അനുകൂലമാക്കും, സാഹചര്യങ്ങളെ അനുകൂലമാക്കും. കാരണം എന്റെ സാന്നിധ്യമുള്ളവൻ പോയാൽ ദൈവം അവന്റെ മുമ്പേ പോകണം. ദൈവം പോയേ മതിയാവും. പ്രസംഗമല്ല, ചുമ്മാ പ്രസംഗമല്ല, ഞാൻ തയ്യാറാക്കി പോലും വന്നതല്ല. ഇവിടെ പാട്ട് പാടിയപ്പോൾ ദൈവ സാന്നിധ്യം കേട്ടപ്പോൾ എന്റെ അകത്ത് കത്തി. എനിക്ക് കർത്താവ് ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. നീ ദൈവ സാന്നിധ്യം അനുഭവിച്ചാൽ രോഗാത്മാവിന് നിന്റെ അടുത്ത് വരാൻ പറ്റില്ല, നിന്റെ ബ്ലഡിലേക്ക് നോക്കാൻ പറ്റില്ല, നിന്റെ ശരീരത്തെ തൊടാൻ പറ്റില്ല, നിന്റെ അസ്ഥികളെ സ്പർശിക്കാൻ പറ്റില്ല. രാവിലെ കിടക്കിൽ എഴുന്നേറ്റിട്ട് നിലത്ത് കാലിൽ വെക്കാൻ പറ്റാതെ നീ വെച്ച് പോകുന്നത് കണ്ടുകൊണ്ട് തമ്പുരാൻ പറയുക, നിന്റെ ബാക്ക് ബോക്സിന്റെ ദൈവാത്മ തൊടണം, നിന്റെ കാലിൽ അസ്ഥികളെ ദൈവാത്മ സ്പർശിക്കാൻ ഒരു ദൈവ ശക്തി ആവരിക്കുന്നു. ദൈവാത്മ തൊടട്ടെ, യേശുവിന്റെ കരം ദൈവം ആവരിക്കുന്നു. യേശുവിന്റെ കരം തുറന്നു ഒരു രോഗശാന്തിയുടെ കത്തിക്കുക, ഒരു രോഗശാന്തിയുടെ ആവരിക്കുക. സന്തോഷമുണ്ടോ? ഒരു കസേര കെട്ടിവിട്ടിരുന്നു, ഒരു കസേര കെട്ടിവിട്ടിട്ടു. അത് ചെറിയൊരു തമാശകളുണ്ട്. കൃപയുള്ള ദൈവത്തിന് പേരപ്പിച്ചു. സ്തോത്രം. ഇവിടെ തൊട്ടാലായിരുന്നു അഭിഷേകം, ഇടക്കൊന്നും തൊടുന്നല്ല അഭിഷേകം. അമ്മൻ മോശയ്ക്ക് പാല് വേണം. കൊട്ടാരത്തിൽ മോശം എത്തി. അമ്മൻ പറവോന്റെ കൊട്ടാരത്തിലെ പൈപ്പിൽ വെള്ളം വന്നില്ല. നമുക്ക് നല്ല ലാവിഷായിട്ടൊന്ന് കുളിക്കണം തോന്നി, കുളിക്കാക്കി ആയിക്കോട്ടെ. ഈ തന്റെ മക്കൾക്ക് ചില ജോലികൾ തരണമെന്ന് ദൈവം പ്ലാനിട്ടാണ്. അവർക്ക് ചില ഓഫീസിനകത്ത് ചില കസേരകൾ കൊടുക്കണമെന്ന് പ്ലാനിട്ടാണ്. അതിന്റെ മുകളിൽ നിൽക്കുന്നവൻ അത്യാവശ്യമായിട്ട് അമ്മായിക്ക് മനുഷ്യൻ നോക്കി പറ്റി. മനസ്സിലാക്കാം. ഇത് നമ്മൾ തമാശ ഒന്നും പറയണ്ട. അത് ദൈവത്തിന്റെ പ്ലാൻ, അത് ദൈവത്തിന്റെ പദ്ധതി, അത് പരിശുദ്ധാത്മാവിന്റെ പരിപാടിയാണ്. 127 മഹത്വങ്ങൾക്ക് 1-ാം തരം ടീപ്പാറ്റ് കൊടുക്കാണ് രാജാവ്. ശരിയാണോ? എവിടെ? എസ്തറിന്റെ പുസ്തകത്തിൽ. അന്നേരം അവരെ പറഞ്ഞത്, യു ലൈക്ക് ടു സീ വസ്തി, ഞങ്ങൾക്ക് വസ്തിയെ കാണണമെന്ന്. വസ്തിയുമായിട്ട് രാജാവ് ഭയങ്കര കുസ്തി. മനസ്സിലായി? വസ്തി പറയുന്നു ഞാൻ വരത്തില്ലെന്ന്, അവര് പറയുന്നു കാണണമെന്ന്. രാജാവ് വസ്തുവായിട്ട് ഭയങ്കര
ഗുസ്തി. പക്ഷെ വസ്തിയും ഗുസ്തിയും വേണ്ട, എസ്തേർ വരുവാ. ഗുസ്തി വേണ്ട. ഒരാൾ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഓർത്തോ, അടുത്താളിനെ കൊണ്ടുവരിക. സമയം ഒരു വസ്തി പോയാൽ 100 എസ്തേറിനെ കൊണ്ടുവരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പോകട്ടെ, പോകട്ടെ, കൊണ്ടുവരുന്നവരെ കൊണ്ടുവരും. ഹാമാന്റെ ഭാര്യ സേറസ് നല്ല ഒന്നുമില്ല, ഒത്ത ഭർത്താവാണ്. മനസ്സിലാക്കണ്ട. അവള് ഹാമാനോട് പറഞ്ഞു, നിങ്ങൾ കളിക്കുന്ന സൂക്ഷിച്ച് കളിക്കണം. അവനാളും പിലാത്തോസിനോട് ഭാര്യ ഗ്ലൗത്തി ഒന്ന് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ രാത്രി ഉറങ്ങിയിട്ടില്ല, ആ നീതിമാന്റെ കാര്യത്തെ ഇടപെടുക. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഇയാൾ കേട്ടിരുന്നെങ്കിൽ ഇയാൾക്ക് മര്യാദയ്ക്ക് മരിക്കായിരുന്നു. മനസ്സിലായി? ഇയാളുള്ള വെള്ളത്തിനകത്തെല്ലാം കൈ കെട്ടിയിട്ട് അടുക്ക പോകുന്നില്ലെന്ന് പറഞ്ഞു. അവസാനം ഏതോ വെള്ളത്തിന് കൂടി പോയി കിടക്കുമായിരുന്നു. അപ്പോൾ ചില ഭാര്യമാരോട് കേൾക്കും, ചില കാര്യങ്ങളൊക്കെ കേൾക്കണം. സ്തോത്രം. വളരെ സന്തോഷം. അമ്മേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് നിങ്ങളൊന്ന് സന്തോഷിപ്പിച്ച് കാരണം ബാക്കിയെന്ന് വിചാരിച്ചു. നിങ്ങളെന്താ വിചാരിച്ചത്? ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് മകനെ കൊണ്ട് ചെല്ലാൻ രാജകുമാരിയെ വിട്ട ദൈവം തന്നെ മോശയ്ക്ക് പാല് കൊടുക്കാൻ ഒരു അമ്മ വേണം. നിങ്ങൾക്കറിയാമോ, ഈ ഫീഡിംഗ് എന്ന് പറയുന്നത് ഏതമ്മ ഫീഡ് ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെ മെഡിക്കൽ സയൻസ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്നാൽ മോശയുടെ അമ്മയെ തന്നെ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നത് പാലിന്റെ ഗുണം കൊണ്ടല്ല. മോശയുടെ അമ്മ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കോംപ്ലാനെല്ലാം കൂടെ കഴിച്ച് നല്ല പിന്നെ ഒത്തിരി എന്തെങ്കിലും പ്രത്യേകതയുള്ള പാലും കാട്ടിൽ ഒന്നല്ല. ശരി, ദൈവത്തിന്റെ പ്ലാൻ മിൽമായി സൺഡേ സ്കൂളും കൂടെ. കൊച്ചിനെ പാല് കൊടുത്ത് തൊട്ടിലോട്ട് ഇട്ടിട്ട് എബ്രായ ഭാഷയിൽ ഒരു പാട്ട് പാടണം. പിന്നറിയോ, മിസ്രയീം നിന്റെ സ്വദേശമല്ല, ഫറവോൻ നിന്റെ പിതാവുമല്ല. കൊച്ച് ഈ പാല് കുടിച്ചു കിടക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരാന്നുള്ളൊരു ക്ലാസ് കൂടെ നടന്നുകൊണ്ടിരിക്കാൻ. ചെങ്കടൽ കടന്ന് അക്കരെ പോയി ആരാധിക്കേണ്ടവന് വേണ്ടി അമ്മയെ കൊണ്ട് സൺഡേ സ്കൂൾ എടുപ്പിക്കുന്ന സർവശക്തനായ ദൈവം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ദൂരം മനസ്സിലായി? എന്റെ തമ്പുരാൻ കൊച്ചു പ്രായത്തിലെ മോശയുടെ ഹൃദയത്തിനകത്ത് മിസ്രയീമിലെ നിക്ഷേപങ്ങളേക്കാൾ പാളയത്തിന് പുറത്തുപോയി കഷ്ടം സഹിക്കുക. അമ്മ ഇങ്ങനെ ആട്ടിവിട്ട് പതുക്കെ, മിസ്രയീം നിന്റെ സ്വദേശമല്ല, ഫറവോൻ നിന്റെ പിതാവുമല്ല. ഒരു ദിനം ചെങ്കാടൽ നാം കടക്കും, അക്കരെ പോയി നാം ആരാധിക്കും. ഉണ്ടെ കേട്ടോണ്ട് ആൾക്കാർ വെച്ചു, എന്തോ പാടുന്നതിന് ചോദിച്ചു. ഓ, ബിസ്ക്കറ്റിന് വില കൂടുതലാന്ന് പാടുമായിരുന്നു. ഭാഷ അറിയത്തില്ലല്ലോ. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ ഭാഷ അറിയാം. ആമേൻ, ആമേൻ. എന്തായാലും ബാബേൽ പണിതത് ദൈവത്തിന് ഇഷ്ടമല്ലാതിന്റെ ഭാഷ കലക്കി എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് കിടക്കുകയാണേലും കലക്കി ഇത് നന്നായി. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ഭാഷയായി. മനസ്സിലായോ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത് തിരിച്ചറിയാൻ. മോശ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ദൈവ സാന്നിധ്യം അവിടെ മുതലേ വ്യാപരിക്കുക. സുന്ദരനായിരുന്നു. സ്തോത്രം. ഈ മോശക്കുഞ്ഞിനെ എടുക്കാൻ ഈ ഫറവോന്റെ പുത്രി ചെന്ന് ഞാങ്ങണപ്പെട്ട് തുറന്നപ്പോൾ കുഞ്ഞു കരഞ്ഞു എന്നവിടെ എഴുതിയിട്ടുണ്ട്. അവൻ അന്ന് എടുക്കാൻ സമയം നമുക്ക് സമയം പോരാ. സ്തോത്രം. അതുകൊണ്ട് ഇച്ചിരി വേഗത്തിലേക്ക് പോകണം. ഈ കുഞ്ഞ് ഭയങ്കര സൗന്ദര്യമുള്ളവനാണ്. എന്നാൽ എടുക്കാൻ ഞാൻ നമ്മൾ കുഞ്ഞെന്ത് ചെയ്തു? കരഞ്ഞു. ഇത് നമ്മുടെ ഇടയിൽ ഇല്ലാത്തൊരു പ്രശ്നം. ഇവിടെ സൗന്ദര്യമുള്ളൊരു കരയും നോക്കിട്ട് സൗന്ദര്യമില്ല. സൗന്ദര്യവും കരച്ചിലും കൂടെ മനസ്സിലാവുന്നത്. ചില ആൾക്കാർ കരയാണ് തന്നെ. പിന്നെ 100 സംഘത്തിന്റെ പൗഡർ വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്ക് എടുത്തിട്ട് 100 സംഘത്തിന്റെ കയ്യൊന്നും പോകണ്ട, പ്രാർത്ഥിച്ചോണ്ടിരുന്ന ഫറവോന്റെ പുത്രിക്ക് അത് കണ്ടപ്പോൾ അവനോട്
രാത്രി ഞാനിങ്ങനെ പറയട്ടെ, യെരിഹോവിന്റെ തെരുവീതിലിരുന്ന് മലറി കരഞ്ഞ ഒരു കുരുടൻ, ദാവീദ് പുത്ര കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അഖിലാണ്ടത്തിന്റെ ഉടയവൻ, അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചവൻ, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിര് നിശ്ചയിച്ചവൻ, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും ആൽഫയും ഒമേഗയുമായവൻ, സാക്ഷാൽ സർവശക്തൻ പിച്ചക്കാരന്റെ കരച്ചിലിന്റെ മുമ്പിൽ നിന്നു. ഓ രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, കരഞ്ഞാൽ എന്റെ ദൈവം നിൽക്കും. നീ കരഞ്ഞാൽ എന്റെ ദൈവം നിൽക്കും അവിടെ. നീ കരഞ്ഞാൽ എന്റെ ദൈവം നിൽക്കും അവിടെ. ഇന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു, കരഞ്ഞാൽ നീ കരഞ്ഞാൽ നീ കരഞ്ഞാൽ ഒരു മാതാവിനോട് ദൈവാത്മാവ് പറയുന്നു, തലമുറയ്ക്ക് വേണ്ടി നീ കരയുന്നു, മക്കളെ ഓർത്ത് കരയുന്ന മാതാവിനോട് നിർത്തുന്നതിന്റെ കരച്ചിൽ നീ തലമുറയുടെ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൂത് പറയാം. പരിശുദ്ധാത്മാവിനെ കൊടുക്കുക. ഒരു ദൈവ ശക്തിയുടെ മനുഷ്യൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ഓരോ കണ്ണുനീരൊഴുക്കി തലവേദന ചെയ്യുന്ന മാതാവേ, നിന്റെ കണ്ണുനീര് മരണശക്തി ദൈവം സന്തോഷത്തോടെ ദൈവത്തെ സൂചിച്ചോട്ടെ. ആത്മശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവില് കരയുന്നവര് സൂനികന്മാരുടെ അകത്തു കത്തിയെത്തി, അമ്മയുടെ അകത്തു കത്തി, മോന്റെ മുഖത്ത് കത്തി, ഞാങ്ങണപ്പെട്ടിക്ക് അകത്തു കത്തി, നൈൽ നദിയിൽ കത്തി. ആ ദൈവ സാന്നിധ്യം എനിക്ക് നിൽക്കാൻ പറ്റില്ല. അല്പവേഗത്തിൽ പോക. 80 വർഷം 40 വർഷം മോശയുടെ അകത്തു കത്തി. എന്റെ ഭാഷയിൽ പറഞ്ഞ അവന്റെ ഉള്ളിൽ അത്തി കത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് രണ്ടാമത്തെ അതിനെ 5-ാമത്തെ വാക്യം ഒന്നെടുത്ത് വായിച്ചോട്ടെ, വേഗം വായിച്ചോട്ടെ. അവൻ പുറപ്പാട് പുസ്തകം 2:15. അവൻ ഒന്ന് വായിച്ചോട്ടെ. യെസ്. നിങ്ങളൊരു കാര്യം ഓർത്തോണം, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവന് ശത്രു സാധാരണക്കാരായിരിക്കില്ല. ദൈവദർശനം ഒരു കാര്യം വ്യക്തമാണ്, നിന്റെ പ്രതികൂലം നിന്റെ ദർശനത്തിന്റെ വലിപ്പം. ഗവൺമെന്റ് ആണ് നിനക്ക് പ്രതികൂലമെങ്കിൽ നീ വലിയ ദർശനമാണ്. മനസ്സിലാവുന്നത്? ഈ അയൽവക്കാരുടെ നാട്ടിലുള്ള അറിയാൻ പൊളിഞ്ഞ ആൾക്കാരൊക്കെ പ്രതികൂലമാണ്. വലിയ ദർശനമുള്ളവന്റെ പ്രതികൂലം പറയാം. അവൻ ദർശനത്തിന് വലിപ്പമാണ് പ്രതികൂലത്തിന്. ഇവിടെ എന്നോട് ഒരാൾ ചോദിച്ചു, കണ്ടിട്ടില്ല, പ്രസംഗം കേട്ടിട്ടുള്ളൂ. ഞാൻ എവിടെ ബാംഗ്ലൂർ മലയാളം ഞാൻ കേട്ടിട്ടുണ്ട്. പ്രസംഗം കയ്യിൽ പിടിച്ചു. ഞാൻ ചന്ത പ്രസംഗം ദേവദാസൻ അനുഭവിച്ചു കടന്നുപോയി പ്രതികൂലം. ഞാൻ ചോദിച്ചു, പാസ്റ്റർ പ്രതികൂലമൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു, വിഷമം ഒന്നും തോന്നുന്നില്ല, ഒരു സെന്റൻസ് പറയാനാണ്. ഒന്നും ലൂസിഫറിന് പോലെ വേണ്ടാത്തവർ എന്തോ പ്രതികൂലം. പ്രതികൂലമില്ലാത്ത ക്രിസ്ത്യാനിയാണ്. പ്രതികൂലമാണ് നിന്റെ കിരീടത്തിന്റെ മുത്ത്. പക്ഷെ നിന്നെ എതിർക്കുന്നവരോട് നീ എതിർക്കരുത്. അതുപോലെ എന്താ ദേവദാസം വെളിയിലോട്ടിറക്കി ഒരാൾ ദേവദാസം നിങ്ങളാണോ ഈ സിസ്റ്റർ പാസ്റ്റർ സാബുള്ളത്? ആ സൂക്ഷിച്ചോണം കേട്ടോ. ഉടനെ ദേവദാസൻ തിരിച്ചു, സൂക്ഷിച്ചില്ലേ നീ എന്തോ എന്ന് ചോദിച്ചു. പക്ഷെ ദേവദാസന്റെ വിഷയം സ്വർഗത്തിലെത്തി. ഇമ്മീഡിയറ്റ് ആയിട്ട് കാരണം ദൂതമാരുണ്ടല്ലോ എത്തി. കർത്താവ് വെച്ച എന്നാ പ്രശ്നം മീറ്റിംഗ് കഴിഞ്ഞ് പ്രസംഗം കഴിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് പാസ്റ്ററോട് വെളിയിൽ നിന്ന് ഒരാൾ സൂക്ഷിച്ചില്ല പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യും, ഒരു ദൂതനെ എളുപ്പം മുസബാനാക്കി. എന്റെ ദാസനായ സാബുവിനോട്, പാസ്റ്റർ സാബുവിനോട് ആരാണ് പറഞ്ഞത്? അവനോട് ചോദിച്ചാൽ വരാം. അപ്പൊ ഗബ്രിയേൽ പറഞ്ഞു, നമ്മൾ ചോദിക്കണ്ട, അല്ല പുള്ളി തന്നെ ചോദിച്ചു. നീ ചോദിച്ചാൽ ദൈവം ചോദിക്കില്ല. നീ ഉണ്ടാകുന്ന ദൈവം ചോദിക്കും. നീ അനങ്ങാകുന്ന ദൈവം ചോദിക്കും. നീ ചോദിച്ചാൽ ഒരു ചോദ്യത്തിന് ഒരു മറുപടിയേ ഉള്ളൂ. അത് നീ പറയരുത്, ദൈവത്തിന് വിട്ടു കൊടുക്കുക. ദൈവം പറയട്ടെ, തമ്പുരാൻ പറയട്ടെ. എതിരാളി എത്ര വമ്പനായാലും എത്ര ചെറിയവനായാലും മറുപടി നീ പറയരുത്, മറുപടി ദൈവം പറയാം. വിട്ടുകൊടുക്ക, ക്ഷമിക്കുക. എത്ര വട്ടം? 7 വട്ടം. എത്ര വട്ടം? 7 വട്ടം. പിന്നെ ബൈബിൾ വായിച്ച എഴുതുന്നു 7. അപ്പൊ എത്ര? 490 പ്രാവശ്യം ക്ഷണിച്ചു കഴിഞ്ഞു. പിന്നെ നരങ്ങണമെങ്കിൽ വിടരുത്.
എന്തോ വേറെ പരിപാടിയില്ലല്ലോ, വേറെ ഭക്തർക്ക് വേറെ പരിപാടിയില്ല. ക്ഷമിച്ചേ മതിയാവൂ. പക്ഷെ നീ ക്ഷമിച്ചാൽ അത് മറ്റേ ചങ്കത്ത ഈ വാക്ക് മറന്നു പോകരുത്. ഒത്തിരി നിന്നെ വേദനിപ്പിക്കുന്നു, നിരപരാധിയായിരിക്കും. ഒരുപാട് നിന്നെ കുത്തി വേദനിപ്പിക്കുമ്പോൾ, നിനക്കെതിരെ നിന്ന് പറയുമ്പോൾ, നിനക്കെതിരെ പരിഹാസം ഉണ്ടാക്കുമ്പോൾ, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, എല്ലാം സഹിച്ചിട്ട് നീ വെറുതെ ഇരിക്കുന്ന കാണുമ്പോൾ സ്വർഗ്ഗം അടങ്ങിയിരിക്കില്ല, ദൈവം അടങ്ങിയിരിക്കില്ല, തമ്പുരാൻ ചുമ്മാ ഇരിക്കില്ല. ഇറങ്ങി വരുന്ന ദൈവം ദൈവത്തിന് ആത്മാവിന് ശക്തി നൽകണം. കൃപയുടെ കാവൽ നൽകണം. പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തെ തന്നുകൊണ്ട് എളുപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ. മത്തായി 22:11 ഒന്നും കർത്താവിന്റെ ഹൃദയത്തോട് തന്ന ഒരു കാര്യം എന്തോ ഒരു അത്യാവശ്യം. 1-2 പേരുണ്ടായിരുന്നു അത്യാവശ്യമുണ്ട്. നമുക്ക് ദൂത് പറയാനാണ്. മത്തായി 22:11 വായിച്ചോ. അല്ലല്ല, മത്തായി 22:11 അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് മലയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. ഇത്രയും വായിച്ചു കഴിഞ്ഞ് 13 അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്നു. ഇതൊരു നുണയാണ്. ഈ 13ാമത്തെ വാക്യം വായിച്ചത് ഒരു നുണയാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ നുണ. ഗവൺമെന്റും പുരോഹിതന്മാരും പടയാളികളും പിശാചും നാട്ടുകാരും കൂടെ ചേർത്ത് ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു നുണ. ഇങ്ങനൊരു നുണ ഇപ്പോൾ ലോകത്തിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഇതുപോലൊരു നുണ ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുമില്ല. യേശുവിനെതിരെ ഒരു നുണ ഉണ്ടാക്കി. പിന്നെ ആരുണ്ട്? മഹാപുരോഹിതന്മാർ, അന്നത്തെ മതം, പിശാച്, പട്ടാളം, മനസ്സിലായോ, ഗവൺമെന്റ്, എല്ലാവരും നുണയുടെ പറയും. ഈ നുണ മുഴുവൻ പട്ടാളക്കാരെ പറഞ്ഞു പഠിച്ചു. ഒരു ഗ്രൂപ്പ് പട്ടാളക്കാരെ പറഞ്ഞു പഠിച്ചു. ഇത് എല്ലാം രാത്രി 11 കാണാൻ പഠിക്കാം. എങ്ങനെയാണല്ലോ, അവന്റെ ശിഷ്യന്മാർ രാത്രി വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി. അവന്റെ ശിഷ്യന്മാർ രാത്രി വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കണ്ടു. നുണ പറയട്ടെ, പൈസ കൊടുത്ത് നുണ പറഞ്ഞാൽ പറയട്ടെ. ഇതിനകത്ത് ആർക്കെങ്കിലും ഈ നുണ ഒന്ന് പഠിക്കാം. ചുമ്മാ ജസ്റ്റ് ഒരു അത്യാവശ്യം ഒന്ന് പറഞ്ഞു പഠിച്ച ഞാൻ അവന്റെ ഒരു പട്ടാളക്കാരനായതായിട്ടുള്ള ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. വേണ്ട, പോയി വായിച്ചാൽ തന്നെ കുഴപ്പമില്ലോ. ഒന്ന് എഴുതിയിരുന്നു ഈ നുണയെന്ന് പറഞ്ഞേ. ഞാൻ ഗവൺമെന്റ് ഞാൻ ചോദിക്കാണ്, വക്കീൽ ചോദിക്കാണ്, എന്താ നിങ്ങൾ പട്ടാളത്തിലാണോ? റോമൻ പട്ടാളത്തിലാണല്ലേ? എന്താ ഈ യേശുവിന്റെ കല്ലറയിൽ ഇപ്പോൾ ആ ശൗലില്ലോ? എന്താ സംഭവിച്ചെന്ന് പറയാമോ? അവന്റെ ശിഷ്യന്മാർ വന്നു രാത്രിയിൽ. അപ്പൊ നിങ്ങൾ അവിടെ ജോലിയിലായിരുന്നു. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടു. പട്ടാളക്കാരൻ, ഞാൻ ഇതിനകത്ത് കാര്യം പറയാം. ഇതൊരു നുണയായിരുന്നു. കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടല്ല. ഇന്നും ദേവദാസനെ നമ്മളിപ്പോ ഇതിനകത്ത് ഒരു കാര്യം പിടിക്കാൻ പോവാം. ഇത് കർത്താവിനെതിരായിട്ട് നുണ ഉണ്ടാക്കിയതാ. ഇങ്ങനെയാണ് ദേവദാസന്മാർക്ക് എതിരായിട്ട് നുണ ഉണ്ടാക്കുന്നത്. ഇത് ഒരു രാജ്യം മുഴുവൻ കൂടെ ഉണ്ടാക്കിയ നുണയാണ്, മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ദൈവത്തിനും ദൈവമക്കൾക്കും എതിരായിട്ട് ഒരാൾ നുണ ഉണ്ടാക്കുമ്പോൾ അത് നുണയാണ് എന്ന് തെളിയിക്കാൻ ഒരു കുളു ദൈവം അതിനകത്ത്. അതുപോലെ ഇതിനകത്തൊരു കുളു കിടപ്പുണ്ട്. ഞങ്ങൾ ഉറങ്ങുമ്പോ അവനെ കട്ടുകൊണ്ട് പോയി കണ്ടത് ഉറങ്ങുന്നുണ്ട്. തമ്പുരാൻ ആരാ? എന്റെ മക്കൾക്കെതിരായിട്ട് നുണയുണ്ടാക്കിയ ഇത് നുണയാണ് പൊളിക്കാൻ, ഇത് നുണയാണ് പൊളിക്കാൻ. ഒരു ക്ലൂ അതിനകത്ത് ദൈവത്തിന്റെ സ്വന്തം സന്തോഷിക്കും. ആരോ ഒരുപാട് നുണ നിമിത്തം വിഷമിച്ചവർ ആരോ ഇതിനകത്തുണ്ട്. അവരോടാണ് ദൈവം പറയുന്നത്, ഒരു നുണയും നിലനിൽക്കത്തില്ല, ഒരു നുണയും നിലനിൽക്കത്തില്ല. സന്തോഷം. അടുത്തൊരു കാര്യം പറയാം. നല്ല വാക്യം പറയാം, നല്ല വാക്യം പറയാം. ആമേൻ, സ്വതന്ത്രം. ഞാൻ കേരളത്തിലാണെ പറയപ്പെടുന്നത് അവന്റെ ഒരു നുണ എന്നാ പറയപ്പെടുന്നത്. അത് വേണമെന്ന് വെച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ നമുക്ക് മുൻപോട്ട് പോകാം. സ്തോത്രം. അവൻ മോശയെ കൊല്ലുവാൻ പറവാൻ പദ്ധതി ഇട്ടു. ഞാനൊരു ദൂതം കൂടെ പറയാം. ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോഴും നമുക്ക് ശത്രുവുണ്ട്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ശത്രുവില്ല, നമുക്ക് പ്രശ്നങ്ങളില്ല എന്നാണ് ചിന്തിക്കുന്നത്. അമേൻ. പറവോൻ ആരാധന ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭരണാധികാരി. എന്തുകൊണ്ടാണ്
മോശയെ കൊല്ലുവാൻ മോശ ഒറ്റക്കൊരാളാ. ശരിയാണോ? ശരിയാണോ? കൊല്ലാൻ പ്ലാനിട്ടു. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവനാണ് ആര്? മോശ. പക്ഷെ ഒരു രാജ്യവും അതിന്റെ ഭരണാധികാരി വിചാരിച്ചിട്ട് ചുക്കില്ല, പറ്റില്ല. അത് പറയാണ്. എന്തോ പേടിക്കുന്നേ? ഈ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരെ കുറിച്ച് ഞാൻ പറയുമ്പോ ഇരിക്കുന്ന ഒരു ദൈവസാന്നിധ്യത്തോടെ ഇരിക്കണം കേട്ടോ. അടുത്തിരിക്കുന്ന ഒരു സാന്നിധ്യം കളയും. ഒരു ദൈവസാന്നിധ്യത്തോടെ ഇരിക്കണം. നിങ്ങൾ ആരാന്ന് വിചാരിച്ചത്? നമ്മൾ ആരാണോ ധരിക്കുന്നത്? ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവർ. ഒരു ഗവൺമെന്റ് നിങ്ങൾക്കെതിരായി എഴുന്നേറ്റാൽ പോലും തമ്പുരാന്റെ കാലാവധി വരുന്നത് വരെ ദൈവത്തിന്റെ കാലാവധി വരുന്നത് വരെ ഒന്നും ചെയ്യാൻ അനുവദിക്കുകയില്ല. എന്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിച്ചാട്ട്. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. 2013 ജനുവരി മാസം 26-ാം തീയതി പാലക്കാട് ഷാർമ ഡിസ്ട്രിക്ട് കൺവെൻഷന്റെ പ്രസംഗത്തിന് വേണ്ടി ഞാൻ തൃശ്ശൂരിൽ നിന്നും വടക്കാഞ്ചേരി വഴി ഒരു ഓട്ടോ കാറിൽ അവിടുത്തെ ദേവദാസനെ കൊണ്ടുപോയിക്കൊടുന്നു. OP ബാബു അമ്മേ ഷാരോന്റെ ഡിസ്ട്രിക്ട് പാസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നിഖിൽ എന്ന് പറയുന്ന ഒരു 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ കാർ ഓടിക്കുന്നു. ഞാൻ ഫ്രണ്ട് സീറ്റ് ഡ്രൈവർ സീറ്റ് ഇപ്പുറത്തിരിക്കുന്നു. അമ്മേ വണ്ടി വടക്കാഞ്ചേരി 70 കിലോമീറ്ററോളം ഉയരത്തിലുള്ള ഒരു ബസ് ഞങ്ങളുടെ കാറിനിട്ടിടിച്ചു. 60% കാർ തകർന്നു പോയി. ഒരു ആക്സിഡന്റ് ഉണ്ടായി. വലിയ സംഭവമായിരുന്നു. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന നിഖിലിന് 127 കുത്തിക്കിട്ട് ശരീരം മുഴുവൻ പൊട്ടലുകളും താടി പല്ലും ഒത്തിരി പ്രശ്നം. പറഞ്ഞിട്ട് OP ബാബു പാസ്റ്റർക്ക് കോളർ കൊണ്ടുപോയി 2 റിപ്പ് ഒടിഞ്ഞു. അദ്ദേഹത്തിന് 10-30 സ്റ്റിച്ചിങ്ങൊക്കെ ഉണ്ട്. നിങ്ങൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം പറയാൻ പോകുന്നത്, എന്റെ ശരീരത്തിൽ മുട്ടുസൂചി കൊണ്ട് കുത്തി ഒരു തുള്ളി രക്തം വരുന്ന പാടുപോലുമില്ല. ഞാൻ വളരെ സഫാരി സുഖമായിട്ടുണ്ട്. ആശുപത്രിയിൽ പിന്നെ ആ പ്രാവശ്യമാണ് ഞാൻ അലാറം വെച്ച ആംബുലൻസിൽ പോകാൻ ഒരു ഭാഗ്യം. ശബ്ദമൊക്കെ ഉണ്ടാക്കി പോകാൻ. അതിനുമ്പ് പാട്ടൊക്കെ പാടി ശബ്ദം ഉണ്ടാക്കിയിട്ടുള്ള അല്ലാതെ അലാറം വെച്ച് പോയിട്ടില്ല. കാരണം ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അതിന്റെ ഡോറൊക്കെ പൊളിച്ച് എന്റെ വെളിയിൽ എന്നെ വണ്ടിക്കകത്ത് കൊണ്ടുപോയത് പോലീസുകാർക്ക് കൂടെ കൊണ്ടുപോയത്. ശരീരത്തിന് വേദന ഉണ്ടായിരുന്നത് എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ വെള്ള സഫാരി ഒരു കുരി എന്നെ വേറെ ഡ്രസ്സ് സ്കാൻ ചെയ്യാനൊക്കെ ഇട്ടപ്പോൾ എൻ്റെ ഈ പെനിയിനകത്ത് ഒരു പിടി കുപ്പിച്ചിട്ട് ഗ്ലാസ് പൊട്ടിയൊരു ചില്ലുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം പോലെ എൻ്റെ ദേഹത്ത് കൊണ്ട് മുറിഞ്ഞിരുന്നില്ല. ന്യൂറോളജിസ്റ്റ് ദേവപ്രസാദ് ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഐ തിങ്ക് അശ്വിനിയിൽ വന്നു. ആ ഡോക്ടർ എന്നോട് ഭാര്യ അടുത്തേക്ക് പെട്ടെന്നോട് ചോദിച്ചു. ഫാസ്റ്ററാണെന്ന് ഞാൻ അറിയായിരുന്നു, എല്ലാവരും ഞാൻ അറിഞ്ഞു. എൻ്റെ ശിശു ഈ ഡോക്ടർ ജോലിയിൽ ദീർഘവർഷങ്ങളിലെ പരിചയം കൊണ്ട് കാര്യം ചോദിക്കാം ഒന്നും തോന്നില്ല. ആ വണ്ടിയെ തന്നെ അതെന്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം. എന്താ ഞാൻ പറയാമെന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ. കർത്താവിന് നിന്റെ മേൽ ഒരു കണ്ണുണ്ട്. ആമേൻ, കർത്താവിന്റെ കരം നിന്റെ മേലുണ്ടെങ്കിൽ തിരിച്ചൊരു ചോദ്യം കൗണ്ടർ ക്വസ്റ്റ്യൻ. അങ്ങനെ രക്ഷിക്കുന്ന ദൈവത്തിന് ആക്സിഡന്റ് ഇല്ലാതെ രക്ഷിക്കാൻ അറിയില്ല. ഈ വണ്ടി ഇടിക്കാൻ നോക്കാൻ അറിയില്ല. ഒരു ചോദ്യം ഉണ്ട്, പറഞ്ഞു തരാം. അങ്ങനെ ഇടിക്കാതെ നോക്കിയാൽ ഇടിച്ച് രക്ഷിക്കുന്ന ദൈവം ഉണ്ടെന്ന് അങ്ങനെ അറിയും. ഇടിക്കാതെ രക്ഷിക്കുന്ന ദൈവത്തെ നമ്മൾ ഓർക്കുക. ഈ ആക്സിഡന്റ് ഇന്ന് ഈ അബുദാബിയിൽ ഞാൻ പറയണമെങ്കിൽ എനിക്കത് ഉണ്ടാകണമല്ലോ. ഉണ്ടാകാതെ എനിക്കൊരു സാക്ഷ്യം ഉണ്ടാകും. കെട്ടിടത്തിൽ നിന്ന് വീഴാതെ വീണെന്ന് പറയാൻ പറ്റുമോ? 3-ാം നിലയിൽ വീഴാതെ വീണെന്ന് പറയാൻ പറ്റുമോ? ഒരു വീഴട്ടെ, വീഴാച്ചിങ്ങനെ വരട്ടെ. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. വീണിട്ട് കുഴപ്പമില്ലാതെ വരുന്നതാണ് സാക്ഷ്യമായി മാറുന്നത്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവനെ ദൈവം എങ്ങനെ സൂക്ഷിക്കും? 2:15 കഴിഞ്ഞിട്ട് പരമ കൊല്ലാൻ ആഗ്രഹിച്ചൊരു തൊട്ടുതായിട്ട് വെച്ച വിദ്യാർത്ഥി കിണറ്റിലരികിൽ മതി. എന്തിനാ കിണറ്റിലേക്ക് ഇരിക്കുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ കിണറ്റിലേക്ക് വന്നിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും അല്ല. ജോലിയൊന്നും ഇല്ലായിരുന്നു ചെറുപ്പത്തിലൊക്കെ. കഷ്ടാലിൽ കെട്ടിന്റെ അരിയൊക്കെ അതൊന്നുമല്ല. ഇവൻ കെട്ടിന്റെ അരിയിരിക്കുന്ന എന്തിനാ? വെള്ളം കുടിക്കാനാ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന വെള്ളത്തിന് വേണ്ടി വരെ ചിലപ്പോൾ ദാഹിച്ച് കിട്ടാതെ വന്നു വരാം. നിങ്ങളിൽ ഒരു തെറ്റിദ്ധാരണമാണ്. ഈ ദൈവ സാന്നിധ്യം ഒരാൾക്കുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സ്വർണ്ണമൊക്കെ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കും എന്നൊന്നും ചിന്തിക്കുന്നത്.
എല്ലാ വിഷമങ്ങളുടെയും എല്ലാ ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിൽ അവൻ എന്ത് അനുഭവിച്ചുകൊണ്ടിരിക്കും? ദൈവ സാന്നിധ്യം. അതിനെ പഠിക്കണം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ മോശയുടെ ഉള്ളിൽ ഇതെല്ലാം സംഭവിക്കും. ഒത്തിരി പറയാൻ അവിടെ കിടക്കുന്നില്ല. ഇതെല്ലാം സംഭവിക്കുമ്പോൾ മോശയുടെ ഉള്ളിൽ എന്ത് കത്തിക്കൊണ്ടിരുന്നു? ദൈവ സാന്നിധ്യം. ഇനിയാണ് നമ്മൾ തീ പിടിക്കാൻ പോകുന്നത്. എല്ലാവരും എന്റെ കൂടെ നിൽക്കണം. അമ്മ അത്യാവശ്യം ചാടേണ്ടവരൊക്കെ ചാടിക്കണം. അമേൻ. 80 വർഷം മോശയുടെ ഉള്ളിൽ ആ ദൈവ സാന്നിധ്യം കത്തി. 80ാമത്തെ വർഷം ഉള്ളിൽ കത്തിയത് മുള്ളിൽ കത്തി. പർവ്വതത്തിന്റെ അടിവാരത്തിലെത്തിയപ്പോൾ തന്റെ ഉള്ളിൽ കത്തുന്നത് ആരാണെന്നറിയാം. അത് ഉള്ളിൽ കത്തുന്നത് മോശ കണ്ടു. ദൈവത്തിനുള്ളവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ നിന്റെ അകത്ത് കത്തുന്ന ദൈവ സാന്നിധ്യം, നിന്റെ അകത്ത് കത്തുന്ന ദൈവ സാന്നിധ്യം നീ ഉള്ളിൽ കാണാൻ പോകുക, നിന്റെ മുൻപിൽ കാണാൻ പോകുക, നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുക. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചോ. നീ ദൈവ സാന്നിധ്യം കാണാൻ അനുഭവിക്കുന്നവർ, കാണാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം കാണാൻ പോകുക. നിന്റെ കണ്ണുകൊണ്ട് പരിശുദ്ധാത്മാവിനെ തൊടട്ടെ. ഇതിനകത്ത് ദൈവാത്മാവിനെ തൊടട്ടെ. നിന്റെ കണ്ണിൽ ദൈവ കൃപ വ്യാപരിക്കട്ടെ. നിന്റെ കണ്ണിൽ ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവാത്മാവ് തൊടുന്നവരെ, യേശുവിന്റെ കരം തൊടുന്നവരെ പരിശുദ്ധാത്മാവിനെ തൊടുക. യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ചില ശരീരങ്ങളെ ദൈവാത്മാവ് തൊടട്ടെ. ഈ ദിവസങ്ങളിൽ ഈ ഉപവാസത്തിന് ദൈവ സാന്നിധ്യം കണ്ണുകൊണ്ട് കാണാൻ ആൾക്കൂട്ടത്തിനകത്ത് ഇറങ്ങി നടക്കും. നടന്നു പോകുന്നിടത്ത് ദൈവ സാന്നിധ്യം വ്യാപിക്കും. എഴുതിയിട്ടു മിഡിലിസ്റ്റ് വിട്ട് ചില രാജ്യങ്ങളിൽ എന്റെ നാമം പറയാൻ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുക. കുറിപ്പ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. തയ്യാറായിക്കോ. അവധി എഴുതിയിട്ട് യാത്ര ചെയ്യുന്ന ദിവസങ്ങൾ കുടുംബമായി തണുപ്പും മഞ്ഞുമുള്ള രാജ്യങ്ങളിൽ എന്റെ നാമത്തെ ഉയർത്തുക. ഈ സാന്നിധ്യം എന്നെ അകറ്റാൻ ഞാൻ പദ്ധതിയിട്ട് കഴിഞ്ഞവൻ അറിയട്ടെ. നിന്റെ നാവിനെ പൊന്നാക്കി മാറ്റും. നിന്റെ നാവിനെ തീയാക്കി മാറ്റും. ദൈവത്തിന് ആത്മ തൊടട്ടെ. ദൈവത്തിന് ആത്മ തൊടട്ടെ. ഈ ദിവസങ്ങളിൽ ദർശനം വെളിപ്പാട് പ്രാപിക്കട്ടെ. ദൈവാത്മാവിന്റെ തീ കത്തട്ടെ. അഭിഷേകത്തിന് തീ കത്തട്ടെ. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചു പരിശുദ്ധാത്മാവിനെ തൊടാൻ യേശുവിന്റെ കരം വെളിപ്പെട്ടു വരിക. ദൈവത്തിന്റെ ആത്മാവ് ജീവനെ തൊടാൻ ദൈവത്തിന് വേണ്ടി നടക്കുക. ആത്മാവിനെ തുറക്കട്ടെ. എന്റെ നാമത്തിന് നിന്റെ ദൈവ ശക്തിയെ അയച്ചിട്ട് ഒരു തീരുന്ന കത്തിയ ഇന്നൊരു ദൈവ സാന്നിധ്യത്തോടെ പോകാൻ നിന്റെ മാതാപിതാക്കളുള്ള ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുവാൻ ഒരു തീരുന്ന കത്തിയ അഭിഷേകത്തിന്റെ തീ, ഒരു ആത്മാവിന്റെ തീ, അഭിഷേകത്തിന്റെ തീ, ദൈവ സാന്നിധ്യത്തിന്റെ തീ. Amen. Hallelujah. Hallelujah. തുറക്കാനായപ്പോഴത്തേക്ക് മുള്ളിൽ കത്തിയതൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഈ മുള്ളിലോട്ട് അദ്ദേഹം കാലെടുത്ത് വെച്ചു. ദർശനത്തിലേക്കോട്ടൊരു കാല് വെച്ചപ്പോൾ പുറത്തെ കാലൊരു സ്പർശനം. അമ്മായിപ്പൻ്റെ ആട്. കർത്താവ് വിളിച്ചു വെച്ചു, മോശം എന്താ കയറി വരാത്തെ? അമ്മായിപ്പൻ്റെ ആട്. അവിടെ നിൽക്കാൻ പറഞ്ഞു. എത്ര ഉണ്ടെന്ന് ചോദിച്ചു. ഏകദേശം 300 വരുമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, 300നെ വിട്ടേച്ച് കയറി പോലെ 30 ലക്ഷത്തെ കൈ തരാമെന്ന് പറഞ്ഞു. അമ്മായിപ്പൻ ആടിനെ മേയ്ക്കുന്നത് എന്റെ ആടിനെ തരാം. അതിനെ കൊണ്ട് നീ ചെങ്കടലിൽ അപ്പുറത്തേക്ക് പോകാൻ കയറി വരാൻ ഈ കടത്തേക്ക് കയറി ചെല്ലാമെങ്കിൽ നീ വിട്ടിട്ട് കയറി ചെല്ലുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി വെച്ചോണ്ടാ അങ്ങനെ വിളിക്കുന്നത്. സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലാൻ സഭയോട് വിളിച്ചു പറയുന്നു, ദൈവ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലാൻ. ഇത്രയൊക്കെയായപ്പോ മോശ കർത്താവിന്റെ കയ്യാലൊക്കെ പിടിച്ചിട്ട്, കർത്താവേ
എന്റെ വിശ്വാസമല്ല, കർത്താവിന്റെ ശബ്ദമാണ് കേട്ടത്. ഒന്നും തോന്നല്ല. പേരെന്തോ? കുറെ നാളായിട്ട് ഞാൻ ഈ സാന്നിധ്യം അനുഭവിക്കുക. എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുക, ആരാ? പേരെന്തോ ചോദിച്ചില്ലേ? അങ്ങനെ കർത്താവ് പറഞ്ഞു, അന്ന് മോശയ്ക്ക് മനസ്സിലായത് പേരിനകത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്. യേശുവിന്റെ പേര് പറയുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. നീ കർത്താവിനെ വിളിച്ചു ഓതുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. നീ രാവിലെ മുതൽ കർത്താവിന്റെ പേര് പറ, അതിനകത്തുള്ള ദൈവ സാന്നിധ്യമുണ്ട്. നീ വാക്കുറന്ന യേശുവിനെ പറയാൻ ദൈവ സാന്നിധ്യമുണ്ട്. എൽ ഷദായ്, എൽ ഷദായ്, യഹോവ റാഫ, യഹോവ നിസി, യഹോവ സിദക്കിനോ, യഹോവ ഈരേ, ഇമ്മാനുവേൽ, അത്ഭുത മന്ത്രി, വീരനാ ദൈവം, സമാധാനത്തിന്റെ പ്രഭു, ലോകത്തിന്റെ വെളിച്ചം, മരണത്തെ ജയിച്ചവൻ, വിളിച്ചു പറ, അതിനകത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്. പിശാചിനെ പോയി. അപ്പൊ എത്ര പിശാചായി? 3 പ്രാവശ്യം പിശാചെന്ന് പറഞ്ഞില്ലേ? അവൻ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ അവന്റെ പേര് പറയണ്ടേ? മനസ്സിലാവുന്നു? ചില ആൾക്കാരുണ്ട്, അവൻ എന്നെ ഇന്ന ചീത്ത വിളിച്ചെന്ന് ഇവർ പറയുമ്പോൾ ഇവരൊരു ചീത്ത വിളിച്ചിരിക്കും. അയാളാ ചീത്ത വിളിച്ചത്, അയാൾ ആ ചീത്ത എന്നെ വിളിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ആ ചീത്ത വരും പറഞ്ഞില്ലേ? പറയാതിരുന്നാൽ നമ്മൾ പറയും ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാൽ ഓക്കെ, വിളിച്ച ചീത്തയും കൂടെ പറയാം. ഈ പിശാചെന്നെ അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ അതിനകത്ത് ദേഷ്യമുണ്ടോ? ഉണ്ടോ? പക്ഷെ ആരുണ്ട്? അതിന് ഒരു ദിവസം 10-20 പ്രാവശ്യം പിശാചിന്റെ പേര് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം യേശുവിനെ പറയാത്തുണ്ട്. മേലാൽ പറയരുത്, അവന്റെ പേരെടുക്കരുത്. ചില സാക്ഷ്യം പറയുന്നത് കിട്ടുള്ളൂ. നമ്മളിവിടെ ഇവിടെ കുറവുണ്ട്, അതിന് അവസരം കൊടുക്കുന്നു. കഴിഞ്ഞ ആഴ്ച കാലം കർത്താവ് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരിക്കലും വിക്കലും കരച്ചിലും ഒക്കെയാണ്. കർത്താവ് നല്ലവനാണെന്ന് പറയുന്നത് നീ ഇന്നലെ കരഞ്ഞോണ്ട് പറയുന്നത്. അത് കഴിഞ്ഞത്ര സെന്റർ സമ്മതിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചക്കാലം പിശാച് പഠിച്ചോണ്ടിരുന്ന എന്റെ കൊച്ചിന്റെ അടുത്ത് ഒരുപാട് ഉപദ്രവിക്കാനും അവന്റെ നാമം വാഴ്ത്തപ്പെടുന്നതാണ്. ആരാണ് പറഞ്ഞതിനകത്ത് ഉദ്ദേശ ശുദ്ധി അനുസരിച്ച് കർത്താവിനെ ഉദ്ദേശിച്ചെന്ന് കറക്റ്റാ, നമ്മൾ തെറ്റെന്ന് പറയുന്നത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ കൺസ്ട്രക്റ്റീവ് സെന്റൻസ് തെറ്റു വന്നപ്പോൾ പിശാച് എഴുതിയിട്ടു ഈ ചേച്ചി താമസമില്ല, എന്റെ ഗ്രൂപ്പിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്നെ ഉയർത്തുന്ന സഭയിൽ ചേച്ചി മാത്രമേ പറയുന്ന വാക്കുകളിലൂടെ യേശുവിനെ ഉയർത്താൻ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വന്നപ്പോ പറഞ്ഞു നിങ്ങളോട്, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന മുമ്പ് ആ കിടക്ക കിടന്നിട്ട് കണ്ണ് തുറക്കുമ്പോ 10 പ്രാവശ്യം പറയാം ജീസസ് ഐ ലവ് യു. രാവിലെ എഴുന്നേൽക്കുന്നൊക്കെ പിന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നൊക്കെ പിന്നെ കിടന്നുകൊണ്ട് ഒരു 10 പ്രാവശ്യം പറയണം ജീസസ് ഐ ലവ് യു. ആമേൻ. ഒന്ന് ഇപ്പൊ പറഞ്ഞു കിടക്ക കിടന്നോട് പറയാം, ഇപ്പൊ പറയാം ജീസസ് ഐ ലവ് യു. യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തീരുമാനമെടുത്ത് തുടങ്ങിയത്. കിടന്നുകൊണ്ടായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. എഴുന്നേറ്റൊക്കെ പറയാൻ പറയുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് പറ യേശുവേ. 10 പ്രാവശ്യം പറയണം. നമ്മൾ 10 പ്രാവശ്യം യേശുവിനെ വിളിച്ചാൽ ആ ദിവസത്തെ അതിന് തന്നെ ഒരു ഭംഗിയുണ്ടല്ലോ. അയാൾ പേരങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വിളി ആളെന്ന് മാറി. പിന്നെ ഒന്ന് തുടങ്ങി ഒന്ന് തുടങ്ങി അവിടെ വരെ എത്തിച്ചോട്ടെ. സൂതി കർമ്മിണികളുടെ അകത്ത് കത്തി, മോശയുടെ അമ്മയുടെ അകത്ത് കത്തി, മോശയുടെ മുഖത്ത് കത്തി, ഞാങ്ങണപ്പെട്ടിയിൽ കത്തി, മോശയുടെ ഉള്ളിൽ കത്തി, പിന്നെ മുള്ളിൽ കത്തി, പിന്നെ വടിയിൽ കത്തി, പിന്നെ വടിയിൽ കത്തി, പിന്നെ പറവന്റെ ചങ്കത്ത് കത്തി. ഈ ദൈവ സാന്നിധ്യം ദേശത്ത് നദിയിൽ കത്തി, ഈച്ചയിൽ കത്തി, തവളയിൽ കത്തി, പേരിനകത്ത് കത്തി, ദേശം മുഴുവൻ ദൈവ സാന്നിധ്യം കത്തി. ഒരു വലിയ അത്ഭുതമായി മാറി. അങ്ങനെ പറയാൻ സമയമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ നിന്ന് പറഞ്ഞാൽ നമുക്ക് സമയമില്ല. അപ്പൊ ഇത് ഇത്രയൊന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് എളുപ്പം നമുക്ക് പോവാ. ഇത്ര ആയപ്പോ ആദ്യത്തെ കഴിഞ്ഞപ്പോ പേര് ചോദിച്ചു. ഇത്ര ആയപ്പോഴത്തേക്ക് മോശം പറഞ്ഞു, എനിക്ക് കണ്ടാ കൊള്ളാം, എനിക്കൊന്ന് ഇവിടെ മലയാളിയാണ് ഒരു സംശയം. പേര് പറയാൻ പറഞ്ഞു. പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പൊ പറയാൻ എനിക്കൊന്ന് കർത്താവ് പറഞ്ഞു നീ കാണണ്ട. എന്താ കണ്ടാ നീ മരിച്ചു പോകും. മോശം പറഞ്ഞു മരിച്ചാലും കാണണം. ദൈവ സാന്നിധ്യം 21
ഉണ്ടാവും. ഞാൻ പറയാം, സ്തോത്രം. യഹോവയായ ദൈവം പറഞ്ഞു, മോശേ അടുത്തൊരു പർവ്വതത്തിൽ നീ കയറി നിൽക്കണം. അവിടെ ഒരു പാറയുണ്ട്, ആ പാറയിൽ നിന്ന് നിൽക്കണം. അപ്പോൾ ഞാൻ കടന്നു പോകും, എന്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ മറയ്ക്കും. അപ്പോൾ നിനക്ക് എന്റെ പിൻഭാഗം. ദൈവ സാന്നിധ്യത്തിന്റെ പിൻഭാഗം ആര് കണ്ടു? മോശ കണ്ടു. പിൻഭാഗം കണ്ടു കഴിഞ്ഞപ്പോൾ ആള് മാറി. അങ്ങനെ പിൻഭാഗം കണ്ടവൻ ഉൽപ്പത്തി സൃഷ്ടി എഴുതിയത് തേജസ്സിന്റെ പിൻഭാഗം കണ്ടവനാ. അപ്പോൾ അഗ്നി ജ്വാലക്കൊത്ത കണ്ണുള്ള യേശുവിന്റെ മുൻഭാഗം കണ്ട യോഹന്നാനോ വെളിപ്പാട്. പിൻഭാഗം കണ്ടവൻ ഉൽപ്പത്തി എഴുതിയപ്പോൾ മുൻഭാഗം കണ്ടവൻ വെളിപ്പാട്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവൻ എഴുതാൻ തുടങ്ങുക. അവൻ പാട്ടുകൾ എഴുതും, അവൻ ലേഖനങ്ങൾ എഴുതും, അവൻ കവിതകൾ എഴുതും. യേശുവിന് വേണ്ടി അവൻ പലതും എഴുതാൻ തുടങ്ങുക. ദൈവ സാന്നിധ്യം അറിയുന്നു. നിന്റെ വിദ്യാഭ്യാസം, നിന്റെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ പോകുക, നിന്റെ ജ്ഞാനം വർദ്ധിപ്പിക്കാൻ പോകുക. The presence of God will lead to, amen, extraordinary works. ഒരു പുതിയ പ്രവർത്തന മണ്ഡലത്തിലേക്ക് നിന്റെ കാര്യത്തെ ദൈവത്തെ തൊടുന്നു, നിന്റെ വിദ്യാഭ്യാസത്തെ തൊടുന്നു, നിന്റെ ജീവിതത്തെ തൊടുന്നു, നിന്റെ മുന്നോട്ടുള്ള ജ്ഞാനത്തെ തൊടുന്നു, നിന്റെ ജീവിത മേഖലയിലേക്ക് തൊടുന്നു. ലോകത്ത് അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിന്റെ പേരിനോട് ചേർക്കുവാൻ ഇനിയും ചില പഠനങ്ങൾ തീർന്നിട്ടില്ല, ഒന്നും തീർന്നിട്ടില്ല. ചില പഠനങ്ങളുണ്ട്. അനധിസാധാരണമായ ചില ബുദ്ധി വൈഭവത്തോടുകൂടി നീ ചിലത് പഠിച്ചു തീർക്കും. നീ തീസിസ് എഴുതും. നിന്റെ തീസിസുകൾ വെക്കേണ്ട ചില ടേബിളുകൾ ഞാൻ ഒരുക്കുമെന്ന് ദൈവാത്മാവ്. ഇത് നിന്റെ മാതാപിതാക്കളോടുള്ള, നിന്റെ കുടുംബത്തോടുള്ള ദൈവത്തിന് നന്ദി. എന്റെ സാന്നിധ്യം നിന്നോട് ഇത് പരിശുദ്ധമാവുന്ന ദൂത, ഇത് ദൈവാത്മാവിന്റെ ദൂത. ഇതിനകത്ത് ദൈവാത്മാവ് ചിലരെ ഈ ഉപവാസത്തിൽ എന്റെ ദൈവം ചിലരെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക, ചിലരെ തൊട്ടുകൊണ്ടിരിക്കുക. ദൈവ സാന്നിധ്യം. എന്താ ദൈവസാന്നിധ്യം പറഞ്ഞ? എന്താ ദൈവസാന്നിധ്യം പറഞ്ഞ? സ്തോത്രം. നിൽക്കാൻ പറ്റില്ല, അവസാനിച്ച് പറയണം, തീർക്കാം, ഒരു വിധത്തിൽ തീർക്കാം. ആമേൻ. ദൈവസാന്നിധ്യം അനുഭവിച്ച മോശയെ, ആമേൻ, പുള്ളിയുടെ ശവമടക്ക് കർത്താവ് നിർത്തി. ഈ പുള്ളി ദൈവസാന്നിധ്യം അനുഭവിക്കാതെ ഫറവോന്റെ കൂടെ നിന്നിരുന്നില്ല. ഇന്ന് ഈജിപ്തിൽ ഒരു പിരമിഡിനകത്ത് ആര് കണ്ടേ? പറ. മോശ കണ്ടേ? മോശയുടെ പിരമിഡ് തുറന്നു കണ്ടേ? മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? ഒടിഞ്ഞു പോകുന്ന മരുന്നിട്ട് വെച്ച ഒരു ശവശരീരമായി പുള്ളി തന്നെ ദൈവ സാന്നിധ്യത്തിന്റെ കൂടെ നിന്നുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ബറിയൽ ശ്രമം ഞാൻ നടത്തിയേക്കാം, സെൻട്രൽ ഭാഷ വിളിക്കാം. മനസ്സിലായവർക്ക് ദൈവത്തെ അതിന്റെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ തേജസ്സിന്റെ പിൻഭാഗം കണ്ടവന്റെ ശവം കർത്താവ് അടക്കിയപ്പോ മുൻഭാഗം കണ്ടവനെ ആരും അടക്കുകയില്ല. പുള്ളി എന്ത് ചെയ്തു പോലും ആർക്കറിയില്ല. ലോകനാണ് ആർക്കെങ്കിലും അറിയാം പുള്ളി എന്ത് ചെയ്തു? ഒരു കുത്തവും. സ്വത്രം. ദൈവതേജസ് അനുഭവിക്കുന്നവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് ഈ പ്രസംഗം ഞാൻ നിർത്താം. മോശ കനാൻ ദേശം ഇത്രയൊക്കെ ആണെങ്കിലും കാര്യം നോക്കിയോ? ഒന്ന് പറയുന്നേ ഇല്ല. എടുക്ക് യോഹൻ ലൂക്കോസ് 9:30-31. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 30-31 ഒന്ന് വായിച്ചു നിർത്തിയേക്കാം. സ്വതന്ത്രം. രണ്ട് പുരുഷന്മാർ അവരോട് സംസാരിച്ചു. ഇതെവിടെ ഈ സംഭവം എവിടെ നടക്കുന്നതെന്ന് ആദ്യം പറ. ഇതെവിടെ നടക്കുന്നതെന്ന് ആദ്യം പറ. ദൈവമക്കളുടെ മറുരുമല എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്ത് വരും? ജോഗ്രഫി അനുസരിച്ച്, ഭൂമിശാസ്ത്രം അനുസരിച്ച് ഏത് സ്ഥലത്ത് വരും? ഒന്ന് വാ തുറക്കുന്നേ. കാനാൻ ദേശത്ത്. കാര്യം ചവിട്ടിയില്ലെന്നല്ലേ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് തീരുമാനിക്കും നമ്മളാണ്. എനിക്കിവിടെ ഒരു അല്പം കാര്യം പറയാൻ നിൽക്കാൻ പറ്റില്ല. ഓറ്റിയുടെ ആളായ മോസസും ന്യൂ ടെസ്റ്റ്മെന്റ് ആളായ ജീസസും തമ്മിൽ ഒരു മഹാസമ്മേളനം നടക്കുകയാണ്. ആമേൻ. താബോർ മലയിൽ മോസസ് ആൻഡ് ജീസസ് ഇവർ രണ്ടുപേരും നിൽക്കുമ്പോൾ യഹോവയായ ദൈവം മോശയുടെ ചെവി ചെന്നു. എന്റെ പ്രസംഗ ഭാഷയാണ്. മോസസ്, നീ പുറപ്പാട് 33:21 എന്നോട് പറഞ്ഞില്ല എന്നെ കാണുന്നു പറഞ്ഞില്ല. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്റെ പിൻഭാഗം എന്നെ കണ്ടേ, നിനക്ക് മുൻഭാഗം കണ്ടേ, നിന്റെ അന്ന് പർവ്വതത്തിൽ നീ കയറിയപ്പോ ഒരു പാറ നിൽക്കാൻ പറഞ്ഞു. നിനക്ക് ആ പാറ വേണം. പിള്ളർന്നതാ പാറ. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പല ശക്തമായി നടത്തിയിരിക്കുന്നു പറയുന്നു. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവന്റെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നത് മനുഷ്യനല്ല, അത് തീരുമാനിക്കുന്നത് സർവശക്തനായ ദൈവമാണ്.
അങ്ങനെ പറഞ്ഞു നിർത്താൻ എനിക്ക് പറ്റും. ദൈവ സാന്നിധ്യം തുടങ്ങിയത് ഇവിടെ അമ്മയുടെ ഉദരത്തിൽ. നമ്മുടെ ഉദരത്തിൽ എവിടെയാ തീർന്നത്? നിത്യതയിൽ. ആമേൻ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിന് എവിടെ വരെ എത്തും? കർത്താവിന്റെ മുഖം നേരിട്ട് കാണുന്ന അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് ഇവിടെ ഇറങ്ങിപ്പോകുന്ന ഒറ്റയാളും ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ പോകരുത്. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇസ്രായേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന നല്ലൊന്ന് തിരഞ്ഞെടുക്കുക. നിന്റെ വാക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിന്റെ നാക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ആമേൻ. മോശയുടെ മുഖം പ്രകാശിച്ചു. നിന്റെ ത്വക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിന്റെ കയ്യിൽ എപ്പോഴും പ്രമാണം ഉണ്ടായിരിക്കും. പ്രമാണപ്പെടുന്ന നിൽക്കാൻ പറ്റുള്ളൂ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന മോശയ്ക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു? അവന്റെ നാക്ക് ദൈവത്തിൻ്റെതായിരുന്നു. അവന്റെ വാക്ക് ദൈവത്തിൻ്റെതായിരുന്നു. അവന്റെ കൈ ദൈവത്തിൻ്റെതായിരുന്നു. പ്രമാണം അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ കണ്ണുകൾ